ഇഞ്ചിക്കറി സദ്യക്കൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ. തൊടുകറിയായിട്ടാണ് നമ്മളത് ഉപയോഗിക്കാറ്. ചിലയിടത്ത് അത് പുളിയിഞ്ചി എന്നറിയപ്പെടും. തൃശ്ശൂർ സൈഡിലൊക്കെ പുളിയിഞ്ചിയാണെന്ന് തോന്നുന്നു കൂടുതൽ സദ്യക്കൊക്കെ ഉള്ളത്. പക്ഷേ നമ്മുടെ മധ്യ തിരുവിതാംകൂർ സൈഡിലൊക്കെ ഇഞ്ചിക്കറിയാണ് സാധാരണ വിളമ്പാറ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് വാഷ് ചെയ്ത് ചെറുതായി നുറുക്കിയതാണിത്. പിന്നെ വേണ്ടത് നമുക്ക് ചെറുതായി നുറുക്കിയ ചെറിയ ഉള്ളി, കറിവേപ്പില, ചെറുതായി നുറുക്കിയ പച്ചമുളക്, ചെറുതായി നുറുക്കിയ ചുവന്ന മുളക്. ഇതിലുള്ള പുളി കുറച്ചു നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. വാളൻപുളിയാണ്. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ശർക്കരയാണ്. എരിഞ്ഞ ഇഞ്ചിയെല്ലാം നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേന് ഇത് കോരിയെടുക്കുക. എന്നിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇഞ്ചി തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുത്ത ഇഞ്ചിയാണിത്. തണുത്ത് കഴിഞ്ഞൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് കടുക് വറക്കാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം കടുകിടുക, പിന്നെ കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നമ്മുടെ മുളകും ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണേ. അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വറുത്ത് പൊടിച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ച പുളി അരിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒത്തിരി വെള്ളം ആകരുത്. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തോളൂ. അപ്പം നല്ല കുറുത്താണ് ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം
ആഡ് ചെയ്താൽ മതിയാകും. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അല്പം മധുരത്തിന് നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി നല്ലതുപോലെ കുറച്ച് വരുന്നുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് പാകം. നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അയക്കാൻ മറക്കരുത്.